അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. 108ാമത്തെ വചനത്തിലൂടെ, സൂറത്ത് അൻആമിലെ 108ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആയത്ത് ഈ വിഷയമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. എന്താണത്? നിങ്ങൾ കേട്ടോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വലാ തസ്ബുൽ ലദീന യദൂന മിൻ ദൂനില്ലാഹി. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ആളുകളെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. അങ്ങനെ അവരെ നിങ്ങൾ പരിഹസിച്ചാൽ, അവരെ നിങ്ങൾ ചോദ്യം ചെയ്താൽ, വിവരമില്ലാതെ അവർ അല്ലാഹുവിനെ ചീത്ത വിളിക്കും. അലവി സക്കാഫി ചെയ്തതാണ്. കാരണം അവരുടെ പടച്ചവന്മാരെ ചോദ്യം ചെയ്തപ്പോ അദ്ദേഹത്തിന് ബേജാറായി. അതുകൊണ്ട് അദ്ദേഹം അല്ലാഹുവിനെ ചോദ്യം ചെയ്തു. മീനായിൽ അല്ലാഹു എവിടെയായിരുന്നു? ഇങ്ങനെ അല്ലാഹു സമം മൊയ്തീൻ ശൈഖ്, മൊയ്തീൻ ശൈഖ് സബ അല്ലാഹു, ഇങ്ങനെ അല്ലാഹ് മൊയ്തീൻ ശൈഖ്. ഇനി അത് പറയുന്ന ഒരു വലിയ കാമിൽ സക്കാഫിയുടെ ഒരു ക്ലിപ്പിംഗ് കണ്ടോളൂ എന്ന് തെളിയിക്കാൻ നിൽക്കുകയാണ്. സുന്നത്തി ജമാഅത്തിന്റെ പക്ഷോ മൊയ്തീൻ ശൈഖ് സഹായിക്കും എന്ന് തെളിയിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ തെളിവെല്ലാം മുജാഹിദ് പക്ഷത്തിന് തെളിവ് നിരത്താൻ കഴിയാതെ വന്നപ്പോ മുജാഹിദ് മൗലവി അവിടെ നിന്നുകൊണ്ട് ഇപ്പൊ പറഞ്ഞ മാതിരി പൊട്ടൻ വെല്ലുവിളി നടത്തി. അവര് സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഓ എസ് എം മുസ്ലിയാരെ, മൊഹീദ്ദീൻ ശൈഖിന് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. അപ്പൊ ജനം വിചാരിക്കും മൊഹീദ്ദീൻ ശൈഖിന് കഴിവില്ല. അതിന് മറുപടി അസംഖ്യർ അപ്പുറത്തുനിന്നുകൊണ്ട്, ഓ മൗലവി, അല്ലാഹു തആലയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. മൗലവി പറയും അല്ലാഹു തആലയ്ക്ക് കഴിവില്ലെന്ന്. അവര് സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഓ എസ് എം മുസ്ലിയാരെ, മൊഹീദ്ദീൻ ശൈഖിന് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. മൊഹീദ്ദീൻ ശൈഖിന് കഴിവില്ല. അതിന് മറുപടി അസംഖ്യർ അപ്പുറത്തുനിന്നുകൊണ്ട്, ഓ മൗലവി, അല്ലാഹു തആലയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. മൗലവി പറയും അല്ലാഹു തആലയ്ക്ക് കഴിവില്ലെന്ന്. മറുപടി അസംഖ്യർ അപ്പുറത്തുനിന്നുകൊണ്ട്, ഓ മൗലവി, അല്ലാഹു തആലയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. മൗലവി പറയും അല്ലാഹു തആലയ്ക്ക് കഴിവില്ലെന്ന്. മറുപടി അസംഖ്യർ അപ്പുറത്തുനിന്നുകൊണ്ട്, ഓ മൗലവി, അല്ലാഹു തആലയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. മൗലവി പറയും അല്ലാഹു തആലയ്ക്ക് കഴിവില്ലെന്ന്. മറുപടി അസംഖ്യർ അപ്പുറത്തുനിന്നുകൊണ്ട്, ഓ മൗലവി, അല്ലാഹു തആലയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. മൗലവി പറയും അല്ലാഹു തആലയ്ക്ക് കഴിവില്ലെന്ന്. മറുപടി അസംഖ്യർ അപ്പുറത്തുനിന്നുകൊണ്ട്, ഓ മൗലവി, അല്ലാഹു തആലയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. മൗലവി പറയും അല്ലാഹു തആലയ്ക്ക് കഴിവില്ലെന്ന്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. കൊട്ടപ്പുറത്ത് നടന്നൊരു സംഗതിയാണ്. ഇവര് അല്ലാഹു സമം മൊയ്തീൻ ശൈഖ്, മൊയ്തീൻ ശൈഖിനെ പറ്റി എന്ത് വിമർശിച്ചാലും അള്ളാഹിനെ ചീത്ത വിളിക്കും. ഉണ്ടോ? അള്ളാഹ് കഴിവുണ്ടേ പൊളിഞ്ഞു പോകട്ടെ. ലോകത്ത് ഇങ്ങനെ ഒരു സമുദായമുണ്ടോ സുഹൃത്തുക്കളെ? അല്ലാഹു മൊയ്തീൻ ശൈഖ്, മൊയ്തീൻ ശൈഖിന് തുല്യം അല്ലാഹു. എത്രത്തോളം അറിയോ? ഖുതുബിയത്തിൽ ഇവർ പറയുന്നത് 99 നാമഗുണവിശേഷങ്ങളുടെ മൊയ്തീൻ ശൈഖിന് 99 നാമഗുണവിശേഷങ്ങൾ. നോക്കൂ ഇതിന്റെ നോക്കൂ. ഈ കുത്തുബിയത്തിൽ പാറന്നൂർ പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ പരിഭാഷപ്പെടുത്തി. ഇതിന്റെ 19ാമത്തെ പേജ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു തരാം. നോക്കൂ നിങ്ങൾ. പേരുകൊണ്ടും ഉന്നതി നേടി എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത് മഹാന് 99 പേരുണ്ട് എന്നാണ്. ഏത്? അള്ളാഹുവിന് 99 നാമഗുണവിശേഷങ്ങൾ മൊയ്തീൻ ശൈഖിനും. ഇങ്ങനെ അല്ലാഹ് മൊയ്തീൻ ശൈഖ്, അല്ലാഹ് മൊയ്തീൻ ശൈഖ്. ലോകത്തൊരു മുശ്രിക്കിനും ഈ ഗതികേട് വന്നിട്ടില്ല. അതിനേക്കാൾ കഠോരമാണ് ഈ സമൂഹത്തിന്റെ അവസ്ഥ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അല്ലാഹു അല്ലാത്തവരോട് തേടാൻ ഇവിടെ ഒരു തെളിവ് ധരിക്കുകയുണ്ടായി സക്കാഫി. അതെന്താ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഭരണകാലഘട്ടത്തിൽ ഒരാള് വന്നു. ഏതാ ഒരാള്? ആ ഒരാൾ ആരാണ് നിങ്ങൾ പറയണം. ആ ആളെ പറ്റി പണ്ഡിത ലോകം എന്ന് പറയുന്നു എന്ന് നിങ്ങൾ വായിച്ചു കൊടുക്കണം. ആ ഒരാൾ വന്നു. എന്നിട്ട് ആ കബറിന്റെ അടുത്ത് എന്നിട്ട് നബിയോട് പറഞ്ഞത്രേ, മഴയില്ല നബി, അള്ളാഹിനോട് അങ്ങ് പ്രാർത്ഥിക്കണം, അല്ലാതെ റസൂലിനോട് പ്രാർത്ഥിക്കല്ല. അല്ലാഹ് റസൂലിനോട് സംഭവം പോലെ വരും ധരിക്കുന്ന അങ്ങനെ. എന്നിട്ടോ അവിടെ സുന്നത്തി ജമാഅത്തിന്റെ 6ാം പതിപ്പില് സുലൈമാൻ സക്കാഫി മാളിയേക്കൽ പറയുന്നുണ്ട്. കേട്ടോ എന്താ പറയണ അറിയോ? കേട്ടോളൂ. അന്ന് ഒരാൾ നബിയുടെ ഖബറിന് സമീപം വന്നു. അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങയുടെ സമുദായത്തിന് വേണ്ടി അങ്ങ് അല്ലാഹുവിനോട് മയക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലാതെ റസൂലിനോട് മയക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവല്ല. അതുപോലും നിങ്ങളതിന് തെളിവില്ല.
റസൂലെ അങ്ങ് അല്ലാഹുവോട് പ്രാർത്ഥിക്കണം, അത് റസൂൽ കേൾക്കുന്നയാൾ വിശ്വസിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത കേട്ടോളൂ. നിശ്ചയം അവർ നാശത്തിന്റെ വക്കിലാണ്. പിന്നീട് അദ്ദേഹം നബിയെ സ്വപ്നത്തിൽ ദർശിച്ചു. അദ്ദേഹത്തിന് ചെറിയൊരു ഉറക്കം വന്നു. പിന്നെ അദ്ദേഹം ഉറങ്ങി. അങ്ങനെ അദ്ദേഹം സ്വപ്നത്തിൽ നബിയെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഉമർ റളിയല്ലാഹുവിനെ സമീപിച്ച് എന്റെ സലാം പറയുക, അവർക്ക് വെള്ളം നൽകപ്പെടുമെന്ന് അറിയിക്കുക. അദ്ദേഹം ഉടനെ ഉമർ റളിയല്ലാഹുവിനെ സമീപിച്ചു. വിവരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇബ്നു കസീർ ഉദ്ധരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് റസൂലിന്റെ കബറിടത്തിൽ വന്നു എന്നാണ് ഒരാൾ വന്നു. ആ ഒരാൾ ആരാന്ന് തെളിയിക്കണം. പേര് ഇവിടെ മുസ്ലിയാർ പറഞ്ഞിരുന്നു. അതിന്റെ അയാളെ പറ്റി പറഞ്ഞിട്ടുള്ള പണ്ഡിത റിപ്പോർട്ടുകളോട് പറഞ്ഞു നോക്കിയാൽ കാര്യങ്ങൾ എളുപ്പം. ഇത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഷാഫി മദ്ഹബ്, ഇതിന് അവതാരിക എഴുതിയ കാന്തപുര ഉസ്താദാ. ഈ അവതാരികയിൽ കാന്തപുര ഉസ്താദ് പറയുന്ന ഒരു കാര്യം, അത് കേട്ടിട്ട് നിങ്ങൾ ഈ ഉദ്ധരണി നോക്കുക. ഏത് കണ്ട സ്വപ്നം ഉണ്ടല്ലോ, ആ സ്വപ്നത്തെ പറ്റി കാന്തപുര ഉസ്താദ് പറയാം. സ്വപ്നങ്ങളുടെ ഇസ്ലാമിക വിധി കാന്തപുര ഉസ്താദിന്റെ അവതാരിക കണ്ടോളൂ. കാന്തപുര ഉസ്താദ് വരെ വായിച്ചു കേൾപ്പിച്ചിരങ്ങൾക്ക്. അമ്പിയാക്കൾ ഒഴിച്ചുള്ളവരുടെ സ്വപ്നങ്ങൾ ഇസ്ലാമിൽ രേഖയല്ല. സ്വപ്നം അടിസ്ഥാനമാക്കി ശറയിൽ ഒരു നിയമം സ്ഥാപിക്കപ്പെടില്ലെന്ന് ചുരുക്കം. അപ്പൊ ഇസ്ലാമിന്റെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന ഒരു കാര്യം അല്ലാത്തവരോട് തേടി നബീനോട് പ്രാർത്ഥിച്ചു എന്നുള്ളതിന് തെളിവ് ധരിക്കുക. ഒരു സ്വപ്നോ മിനിമം ഇതെങ്കിലും ഒന്ന് വായിച്ചൂടെ? ഈ അവതാരികെങ്കിലും ജീവിതത്തിൽ ഇതൊക്കെ മലയാള ഇതെങ്കിലും ഒന്ന് വായിച്ചൂടെ ചങ്ങായിമാരെ? ഈ ജാതി ഉദ്ധരണിക്ക് വരുമ്പോ ഒന്നെങ്കിലും നിങ്ങൾ ഉസ്താദിനെ പിടിച്ച് കിട്ടുക. ഉസ്താദ് വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാ. എന്ത് നോക്ക്, നിങ്ങൾ അമ്പിയാക്കൾ ഒഴിച്ചുള്ളവരുടെ സ്വപ്നം ഇസ്ലാമിൽ രേഖയല്ല. സ്വപ്നം അടിസ്ഥാനമാക്കി ശറഈ നിയമം സ്ഥിരപ്പെടില്ലെന്ന് ചുരുക്കം. ഇസ്ലാമിക വിധികൾ, കർമ്മശാസ്ത്ര നിദാനങ്ങൾ, വാജിബ്, സുന്നത്ത്, ഹറാമ്, കറാഹത്ത്, മുബാഹ് എന്നിങ്ങനെ 5ആയി വിഭജിച്ചിട്ടുണ്ട്. ഒരു കാര്യം വാജിബെന്നോ സുന്നത്തെന്നോ മറ്റോ തീരുമാനിക്കുന്നതിനുള്ള രേഖയായി സ്വപ്നം അവലംബിച്ചുകൂടാ. എന്നാൽ അമ്പിയായിലെ സ്വപ്നം രേഖയായി പരിഗണിക്കാം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടോളി, സഹാബിയുടെ സ്വപ്നം പോലും രേഖയായി പരിഗണിക്കപ്പെടില്ല. ഇനിയിപ്പം വന്നിട്ട് അതൊരു സാബിയൻ, അയാൾ സാബി പോലും അല്ല, അയാള് സഹാബിയല്ല, അയാള് സഹാബിയല്ല. സഹാബിയുടെ സ്വപ്നം രേഖയായി പരിഗണിക്കില്ല. ഇനി കേട്ടോ, അയാള് സഹാബിയെന്ന് സ്ഥാപിച്ചു എന്ന് വെച്ചോ, അങ്ങനെ വിചാരിച്ചോ, സഹാബിന്റെ സ്വപ്നം രേഖയല്ല. പിന്നെ എങ്ങനെ നിങ്ങൾ ഈ രേഖ, നിങ്ങൾക്ക് ആകെയുള്ളൊരു രേഖയത്, വേറൊരു രേഖയും നിങ്ങൾക്കില്ല എന്നത് നിങ്ങൾ ഗൗരവമായി ആലോചിക്കണം. എന്നിട്ട് പറയാൻ സഹാബിയുടെ സ്വപ്നം രേഖയായി പരിഗണിക്കപ്പെടുകയില്ല. അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹുവിന്റെ സ്വപ്നം മാത്രം ബാങ്കിന് തെളിവായി പണ്ഡിതന്മാർ അംഗീകരിക്കാതിരിക്കാൻ ഇതാണ് കാരണം. അവിടെ സ്വപ്നത്തോട് യോജിച്ചു കൊണ്ടുവന്ന വഹിയാണ് വാസ്തവത്തിൽ തെളിവാകുന്നത്. ഇത് മുഗ്നിയിലും നിഹായിലും ഒക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശിർക്ക് ചെയ്യാൻ തെളിവ് സ്വപ്നമല്ല, അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവ് സ്വപ്നമല്ല. ആ സ്വപ്നം അവലംബിച്ചുകൂടാ എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ കാര്യങ്ങളിലും നാം ഈ വിഷയങ്ങൾ ശരിക്കും പഠിക്കണം. വിശുദ്ധ ഖുർആനിനെതിരെ ഉള്ള ഇവരുടെ വാക്കസർത്തുകൾ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിൽ പ്രധാനമാണ് ഖിയാമത്ത് നാൾ. ഖിയാമത്ത് നാൾ എന്നാണ് എന്ന് അല്ലാഹുവിന് മാത്രം അറിയാവുന്ന ഒരു കാര്യം, പടച്ചതമ്പുരാനും മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. ഖിയാമത്ത് നാൾ അല്ലാഹുവിന് മാത്രം അറിയാവുന്ന ഒരു കാര്യം, റസൂലിന് അറിയാത്ത കാര്യം. എന്നാൽ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് പന്നിയങ്കരയിൽ വെച്ച് സുന്നി പണ്ഡിതന്മാർ ഒരു മുഖാമുഖം സംഘടിപ്പിച്ചു. അബ്ദുൾ റഷീദ് സക്കാഫി ഏലംകുളം, അബ്ദുൾ റഷീദ് സക്കാഫി പത്തപ്പിരിയം, അബ്ദുൽ അസീസ് സക്കാഫി, ഈ 3 സക്കാഫിമാർ ഒരു മുഖാമുഖം നടത്തി. ആ മുഖാമുഖത്തിൽ ഒരു സക്കാഫിയുടെ പരാമർശം നിങ്ങൾ കേൾക്കൂ. അപ്പൊ അറിഞ്ഞാലും ഞാൻ പറയണമെങ്കിലും അള്ളാന്റെ സമ്മതം വേണം. അറിഞ്ഞത് കൊണ്ട് പറയണമെങ്കിൽ ഏത് ചില സ്ഥലങ്ങളിൽ പറയാൻ പറ്റൂല. ഇപ്പൊ ഖിയാമത്ത് എന്നാ റസൂലിനെ അറിയും, പക്ഷെ പറയാൻ പാടില്ല എന്നുള്ളതിന്റെ കൽപ്പന ഉണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്നാന്ന് റസൂലിനെ അറിയും, പറയാൻ പാടില്ല എന്നുള്ളതിന്റെ. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ഖിയാമത്ത് നാൾ എന്നാണ് റസൂലിന് അറിയാം, പക്ഷെ പറയാൻ പാടില്ല എന്നുള്ളതിന്റെ കൽപ്പന ഉണ്ട്. ഒന്ന് റസൂലിന്റെ പേരിൽ നുണ, 2 അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്ന് അള്ളാഹുവിന്റെ പേരിൽ നുണ. ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇവിടെ ഈ വചനം വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്ത് ആറാഫിലെ 187-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് നിങ്ങൾ കേൾക്കണം. നമുക്ക് സമയം വളരെ കുറവാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അനുവദിച്ച 2-2.5 മിനിറ്റാണ് ഇനി ബാക്കിയുള്ളത്. എങ്കിലും തെളിവ് കണ്ടുവേണം നമ്മൾ മരിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ തെളിവിനെ വീണ്ടും അവലംബിക്കുന്നത് എന്ന വസ്തുത ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. 187-ാമത്തെ ആയത്ത് നിങ്ങൾ കേട്ടോളൂ. ഞാൻ സുന്നി പരിഭാഷയിൽ നിന്ന് വായിക്കുകയാണ്, നിങ്ങൾ കേൾക്കൂ. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി. ലോകാവസാന സമയം എപ്പോഴാണെന്ന് പറയും അവർ താങ്കളോട് ചോദിക്കുന്നു. പറയുക പ്രവാചക, അതിനെക്കുറിച്ചുള്ള അറിവ് എന്റെ രക്ഷിതാവിന്റെ അടുക്കൽ മാത്രമാണ്.